ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം നന്ദൻ കാനൻ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം നന്ദൻ കാനൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി, 1986. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, 1936. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി, റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ദിബ്രു സൈക്കോവ, ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്, ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്, ലഡാക്ക്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങൾ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ 58ാമത്തെ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്, 58ാമത്തെ ടൈഗർ റിസർവ്. മാർച്ച് 2025 ഡിക്ലെയർ ചെയ്തു. മധ്യപ്രദേശ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുടക്, മൈസൂർ. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുടക്, മൈസൂർ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂർ, കോയമ്പത്തൂർ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂർ, കോയമ്പത്തൂർ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഹിമപ്പുലികൾ. ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഹിമപ്പുലി. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനമാണ്? 25.17%. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാന. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം.
വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ നിലവിൽ വന്നത് ഡെറാഡൂൺ. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം, ഗുജറാത്തിലെ ജുനഗഡ് ജില്ല. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം മനാസ്. ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം മനാസ്. അറിഞ്ഞിരിക്കേണ്ട പ്രധാന വർഷങ്ങൾ. വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. പ്രോജക്റ്റ് ടൈഗർ 1973. പ്രോജക്റ്റ് ടൈഗർ 1973. ജലമലിനീകരണ നിയന്ത്രണ ആക്ട് 1974. വനസംരക്ഷണ നിയമം 1980. വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. വായു മലിനീകരണ നിയന്ത്രണ ആക്ട് 1981. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1980. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. പ്രോജക്റ്റ് എലിഫന്റ് 1992. പ്രോജക്റ്റ് എലിഫന്റ് 1992. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് മനാസ് നാഷണൽ പാർക്ക്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് മനാസ് നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബണർഘാട്ട, കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബണേർഘാട്ട, കർണാടക. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ, ജമ്മു കാശ്മീർ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ കാസിരംഗ, ആസാം. കാസിരംഗ, ആസാം. മനാസ്, ആസാം. നന്ദാദേവി, ഉത്തർപ്രദേശ്. നന്ദാദേവി, ഉത്തർപ്രദേശ്. വാലി ഓഫ് ഫ്ലവേഴ്സ്, ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ്, ഉത്തരാഖണ്ഡ്. കിയോലാദിയോ, രാജസ്ഥാൻ. സുന്ദർബൻ, പശ്ചിമ ബംഗാൾ. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഹിമാചൽ പ്രദേശ്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ബോർ, മഹാരാഷ്ട്ര. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റ് എലിഫന്റ്. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റ് എലിഫന്റ്. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992 ഫെബ്രുവരി. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992.
ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുള്ള ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 33. പ്രധാന ബയോസ്ഫിയർ റിസർവ് നീലഗിരി, തമിഴ്നാട്, കേരളം, കർണാടക. നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, കർണാടക. അഗസ്ത്യമല, കേരളം, തമിഴ്നാട്. ഗ്യാൻ ഭാരതി, ഗുജറാത്ത്. റാൻ ഓഫ് കച്ച്, ഗ്യാൻ ഭാരതി, ഗുജറാത്ത്. നന്ദാദേവി, ഉത്തരാഖണ്ഡ്. നന്ദാദേവി, ഉത്തരാഖണ്ഡ്. മുഖ്യ പക്ഷി സങ്കേതങ്ങൾ മേലേപ്പാട്, ആന്ധ്രാപ്രദേശ്. മേലേപ്പാട്, ആന്ധ്രാപ്രദേശ്. സലീം അലി, ഗോവ. സലീം അലി പക്ഷി സങ്കേതം, ഗോവ. സലീം അലി നാഷണൽ പാർക്ക് വരുന്നത് ശ്രീനഗർ. സലീം അലി പക്ഷി സങ്കേതം, ഗോവ. സലീം അലി നാഷണൽ പാർക്ക്, ശ്രീനഗർ. സുൽത്താൻപൂർ, ഹരിയാന.